നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടുന്നതിൽ ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം നൽകിയ ഹർജിയിൽ മെയ് 6-ന് വിശദമായ വാദം കേൾക്കും. കേരളത്തെ എതിർത്ത് മോദി സർക്കാർ. തമിഴ്നാട്ടിലെ സാഹചര്യമല്ല കേരളത്തിനെന്ന് കേന്ദ്രം കോടതിയിൽ പറഞ്ഞു. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധി ചൂണ്ടിക്കാട്ടിയായിരുന്നു കേരളത്തിന്റെ വാദം. തമിഴ്നാട് ഗവർണർക്കെതിരായ സുപ്രീംകോടതി വിധി കേരളത്തിനും ബാധകമാണെന്ന് മുതിർന്ന അഭിഭാഷകൻ കെ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ തമിഴ്നാട് ഗവർണർ കേസ് കേരളത്തിലെ ഹർജിയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ വാദമുയർത്തി. കേരളത്തിന്റെ ഹർജിയിൽ ഉന്നയിക്കുന്നവ തമിഴ്നാട് കേസ് വിധിയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. ഈ രണ്ട് കേസിലെ വ്യത്യസ്തത തെളിയിക്കുന്നതിനുള്ള കുറിപ്പ് നൽകാൻ സമയം വേണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. തുടർന്ന് ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ മെയ് 6-ലേക്ക് മാറ്റുകയായിരുന്നു. തമിഴ്നാട് കേസിലെ വിധി കേരളത്തിനും ബാധകമാണോ എന്ന കാര്യത്തിൽ വിശദമായ വാദത്തിന് ശേഷം പരിശോധിക്കും. കേരള നിയമസഭ പാസാക്കിയ 4 ബില്ലുകളാണ് ഇപ്പോഴും പരിഗണനയ്ക്കായി കാത്തുകിടക്കുന്നത്. കൂടാതെ ബില്ലുകളിൽ ഗവർണർക്ക് മാർഗനിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട ഹർജിയും കേരളം നൽകിയിരുന്നു. ഇതിനിടെയാണ് തമിഴ്നാട് ഗവർണർ RN രവിക്കെതിരായ ഹർജിയിൽ സുപ്രീംകോടതിയിൽ നിന്നും ചരിത്രവിധി ഉണ്ടായത്. സുപ്രീംകോടതി വിധിക്കെതിരെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും BJP MP നിഷികാന്ത് ദുബെ അടക്കമുള്ള BJP നേതാക്കൾ രൂക്ഷമായ വിമർശനവും വിവാദ പരാമർശങ്ങളും നടത്തിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.